എൻ്റെ ഉള്ളിലുള്ളൊരു സംശയം, താങ്കൾ ലെഫ്റ്റാണോ അതോ റൈറ്റാണോ, അതല്ല ഇതിന് രണ്ടിനുമുള്ള ഒരു ആൾട്ടർനേറ്റീവ് ബദലായിട്ടാണോ താങ്കളുടെ സന്ദേശം? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഉള്ളിൽ, മറ്റൊന്നും കൊണ്ടല്ല. ആ സോഷ്യലിസ്റ്റ് ചിന്താഗതികളും കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ല വശങ്ങളും, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യലിസ്റ്റ് പറയാൻ ആരാളുള്ളത്? ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ ആരാളുള്ളത്? വളരെ ചുരുക്കം ആൾ മാത്രം. ഇന്നും അവരൊന്നും ഈ മുഖ്യധാരയിലില്ല, അവർ മാറി നിൽക്കുകയാണ് പലരും. അപ്പോൾ ഓൾട്ടർനേറ്റ് എന്നുള്ളതിന് കാരണം വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് അതിനാണ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. മാറ്റങ്ങൾ വരുമ്പോൾ അനുസരിച്ചുള്ള ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങണ്ടേ? അതിന് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഏതെല്ലാം രാഷ്ട്രങ്ങളെടുത്താലും മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യക്ക് അതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങളിൽ എല്ലാ രാഷ്ട്രങ്ങളും അതിനൊപ്പം നീങ്ങിയാലേ പറ്റുള്ളൂ. നമ്മൾ നീങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ വളരെ സ്ലോ ആണ്. 10-15 വർഷം പിന്നിലാണ്. ബാക്കി എല്ലാ രാഷ്ട്രങ്ങളിലും ഇപ്പോൾ ഓട്ടോമേഷൻ വന്നു, നമ്മുടെ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ ആ പറയുന്നതിനെ ഓട്ടോമേഷൻ വന്ന് നമ്മുടെ തൊഴിൽ പോകുന്നുള്ള എനിക്ക് മാറി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചന വരുന്നുള്ളൂ. എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എന്ന തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും. അപ്പം അതേപോലെ ഓട്ടോമേഷൻ വരുമ്പോൾ ആ ഓട്ടോമേഷൻ നമ്മുടെ വ്യവസായങ്ങളിലെല്ലാം കൊണ്ടുവന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിലേക്ക് എത്താനുള്ളൊരിതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിലൊക്കെ പിന്നിലാണ്. അതുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കൊരു ശക്തമായ ബോധവൽക്കരണം തന്നെ നടക്കേണ്ട ഒരു സംഗതിയാണെന്നാണ് സാർ പറയുന്നത്. അല്ല, സംശയം. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ക്രഷേഴ്സ് ഉണ്ട് ഇവിടുത്തെ. ഈ ക്രഷറിലെല്ലാം കൈകൊണ്ട് കല്ല് പൊട്ടിച്ചിട്ടും അങ്ങനെയുള്ള ഇത് ഓട്ടോമേഷൻ ഫുള്ളായിട്ട് വന്നിട്ടില്ലല്ലോ. ഓട്ടോമേഷൻ വന്നാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊടുന്ന് ഇവിടെ പണിയിപ്പിച്ച ആ പൈസ മുഴുവൻ സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ യുവാക്കളെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് അതിൽ കൊണ്ടുവന്നൂടെ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ. അതുപോലെ ഏതല്ല ഇപ്പോൾ കൈത്തറിയിൽ തീർച്ചയായും കൈത്തറിയുടെ ചില ഇത് നമുക്ക് ആവശ്യമാണ് സാധാരണക്കാർക്ക് തൊഴിൽ. പക്ഷേ അതിൽ നിന്ന് തന്നെ അതിൻ്റെ നഷ്ടത്തിലോടുന്ന കൈത്തറി വ്യവസായത്തെ രക്ഷിക്കണമെങ്കിൽ ഓട്ടോമേഷൻ കൊടുത്തിട്ട് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടായിക്കൂടെ? നമുക്ക് കോമ്പറ്റ് ചെയ്തുകൂടെ? അപ്പോഴേ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമ്മൾ അപ്പോൾ അതിൽ പിന്നിൽ നിൽക്കണം. ഞാൻ 1-2 ഏരിയ എടുത്തു മാത്രമേ ഉള്ളൂ. ഒട്ടനവധി ഏരിയയിൽ ഈ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്.